ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് റൊമാനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലാണ്. ബുക്കാറസ്റ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാറ് റെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി റൊമാനിയയിലുള്ള യാത്രയിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഡോർട്ട്മുണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 മണി ആവാറായി. നമുക്ക് ഫ്ലൈറ്റ് 8:30 എടുക്കും കേട്ടോ. അപ്പോൾ 8:30 എടുത്തിട്ട് നമ്മൾ 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ബുക്കാറസ്റ്റ് എയർപോർട്ടിലോട്ട് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ വിസ് എന്ന് പറഞ്ഞാൽ ഹംഗറി ബേസ്ഡ് എയർലൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വിസ് ഫ്ലൈറ്റിലാണ്. ഓക്കെ, ഫ്ലൈറ്റ് നോക്കിയാൽ കാണാൻ നല്ല കളർഫുള്ളല്ലേ. ഈ വിസ് എയർലൈൻസ് ശരിക്കും ഏകദേശം 50 രാജ്യങ്ങളിൽ കണക്ടിവിറ്റി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് എയർബസിൻ്റെ A321 ആണ്. അപ്പോൾ ഇത് ഏകദേശം 280 പാസഞ്ചേഴ്സ് കൊണ്ടുപോകുന്ന ഒരു ഫ്ലൈറ്റാണ്. അത്യാവശ്യം ചെറുതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റൊമാനിയയിൽ ഇറങ്ങിയിരിക്കുകയാണ് ബുക്കാറസ്റ്റിൽ. നമ്മുടെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 മണിക്കൂർ സിറ്റിയിൽ നിന്ന് വരണം. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. കാരണം ഇപ്പം ബോർഡർ കൺട്രോളൊക്കെ അത്യാവശ്യം ചെക്കിംഗ് ആണ്. അപ്പോൾ വേറെ ഇമിഗ്രേഷൻ ഒന്നുമില്ല. കാരണം നമ്മൾ ഷെങ്കൻ രാജ്യത്ത് നിന്ന് വേറെ ഷെങ്കൻ രാജ്യത്തോട്ടാണ് വന്നതല്ലേ. അപ്പം ഇമിഗ്രേഷൻ ഇല്ല. അടുത്ത് നമുക്ക് നമ്മുടെ ലഗേജ് എടുക്കണം. അതുപോലെ കുറച്ച് കറൻസി മാറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ ലഗേജ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ റൊമാനിയയിൽ വന്ന് റൊമാനിയൻ കറൻസി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂറോ കൊടുത്തിട്ടാണ് മാറ്റിയത് കേട്ടോ. ഇതാണ് കറൻസി. ഇതുണ്ടോ, ഇത് ലവ് എന്നാണ് പറയുന്നത്, റൊമാനിയൻ ലവ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ 4.6 ആണ് കിട്ടിയത് എക്സ്ചേഞ്ച് റേറ്റ് 1 യൂറോ കൊടുത്തപ്പോൾ. ഇനി എയർപോർട്ടിൽ നിന്ന് നമുക്ക് സിറ്റി സെൻറ്ററിലോട്ട് പോകാനാണെങ്കിൽ ഇവിടുന്ന് ബസ് കിട്ടും. അതുപോലെ നമുക്ക് ടാക്സി വേണമെങ്കിൽ ടാക്സി എടുക്കാം. പിന്നെ മെട്രോ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സിറ്റി സെൻറ്ററിൽ പോകാനായിട്ട്. ഇതുണ്ടോ, ഇത് എയർപോർട്ടിൻ്റെ വെളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ പേര് പറയുന്നത് ഹെൻറി ക്വാണ്ട എയർപോർട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു കാറ് എടുക്കാൻ പോവുകയാണ്. ഓട്ടോറോം എന്ന് പറയുന്ന റെൻ്റൽ ഏജൻസിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാർ റെൻ്റൽ ഏജൻസിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ ശരിക്കും കാർ റെൻ്റലെല്ലാം എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത്. എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇത് പുറത്ത് വന്നതെന്ന്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബുക്കാറസ്റ്റിൽ നിന്ന് കാർ എടുത്ത് നേരെ നമ്മൾ ബൾഗേറിയയിലോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് കാർ എടുത്തത്. ഓട്ടോറൂം എന്ന് പറയുന്ന റെൻ്റൽ ഏജൻസിയാണ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് നമുക്ക് കാർ കിട്ടിയില്ല. അതിന് അവർ പല റീസൺസ് പറഞ്ഞു. നമ്മൾ ബൾഗേറിയയിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കാറ് തരില്ല, അതിന് സെപ്പറേറ്റ് ഫീസാവും, പിന്നെ രണ്ടാമത് മാറ്റി പറഞ്ഞു. അത് ശരിക്കും ഒരു ലോക്കൽ റെൻ്റൽ ഏജൻസിയാണ്. അത് വളരെ മോശമായിരുന്നു അവരുടെ ആ ഒരു ഡീലിങ്സ് ഒക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ സ്ഥിരം എടുക്കുന്ന യൂറോപ്പ കാറിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഇപ്പോൾ ഈ കാർ എടുത്തത്. ഇത് ഡാറ്റ്ഷ്യ കാറാണ് കേട്ടോ. ഡാറ്റ്ഷ്യ അറിയാമല്ലോ, റൊമാനിയൻ മേക്കാണ്. അപ്പം നല്ല കാറായിരിക്കും. ഡാറ്റ്ഷ്യ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ ലോക്കൽ കാറാണ്. അപ്പം നമ്മൾ ഇനി നേരെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് നേരെ വെലിക്കോ, അതായത് ബൾഗേറിയയുടെ ഒരു സിറ്റിയാണ് വെലിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് റൊമാനിയയുടെ ഒരു സൗത്തിൽ വരുന്ന ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. സൗത്ത് എന്ന് പറയുമ്പം ക്ലോസ് ടു നമ്മുടെ ബൾഗേറിയൻ ബോർഡറാണ്. അപ്പം അവിടുത്തെ കൃഷി സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കൃഷി മെയിനായിട്ട് ഇവിടെ വീറ്റുണ്ട്, അതുപോലെ കോണ്, അതൊക്കെയാണ് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ റൊമാനിയ ഒരു വലിയ എക്സ്പോർട്ടറും കൂടെയാണ്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് എക്സ്പോർട്ടറും കൂടെയാണ് റൊമാനിയ ശരിക്കും പറഞ്ഞാൽ, കൃഷി അഗ്രികൾച്ചറൽ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. നമുക്ക് വിഗ്നറ്റ് വാങ്ങണം. കാരണം നമ്മൾ ബൾഗേറിയയിലോട്ട് കയറാൻ പോവാണ്. അപ്പം ഞാൻ അത് വാങ്ങാനായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വണ്ടി എടുക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ ലേറ്റാണ്, 4 മണിയായി. കാരണം നമുക്ക് കാർ കിട്ടാൻ ലേറ്റായി. അതുപോലെ കാറൊക്കെ കിട്ടി നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും 4 മണി കഴിഞ്ഞു. ഇനി നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യണം. ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ വെലിക്കോ ടെർണോവയിലാണ് നമ്മുടെ സ്റ്റേ. അവിടെ എത്താൻ ലേറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, അപ്പം നമ്മൾ ഡാനൂബ് നദി മുറിച്ച് കടക്കാൻ പോവുകയാണ്. ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ് ഇനിയുള്ള ബ്രിഡ്ജിനെ അറിയപ്പെടുന്നത്, നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ക്രോസ് ചെയ്യുമ്പോൾ, ഈ ഒരു റിവർ ക്രോസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ വേറെ രാജ്യത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന റൊമേനിയാണ്. ഇവിടെ നിന്ന് നേരെ ആ പാലം കഴിയുമ്പോഴേക്കും നമ്മൾ നേരെ പോകുന്നത് ബൾഗേറിയയിലോട്ട്. ഇപ്പം ബൾഗേറിയയിൽ കയറുമ്പോൾ നമുക്ക് വിഗ്നെറ്റെ വേണം. വിഗ്നെറ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ദിവസത്തേക്കാണ് ഈ റോഡ് ടോൾ എടുത്തിരിക്കുന്നത്. അതിന് 2 ദിവസത്തേക്ക് 45 യൂറോയാണ് ആയത് കേട്ടോ. സോറി, 45 ലവ് റൊമാനിയൻ കറൻസിയാണ് ആയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലം. 1954 ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം. ഡാന്യൂബ് നദി യൂറോപ്പിലെ തന്നെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ജർമ്മനിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അതുപോലെ 10 രാജ്യങ്ങളിലൂടെ ഈ ഒരു നദി കടന്നു പോകുന്നെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിന് 3 കിലോമീറ്ററാണ് നീളം വരുന്നത്. ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ബൾഗേറിയയുടെ ബോർഡർ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുകയാണ്. ജസ്റ്റ് ക്രോസ് ചെയ്തു. പക്ഷെ നമ്മുടെ ഇമിഗ്രേഷൻ ഇല്ല, ഷെങ്കൻ രാജ്യമാണ്. പക്ഷെ ഇവിടെ മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡാനൂബ് നദിയുടെ മിഡിലാണ് ഇപ്പോൾ കിടക്കണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, കണ്ടോ, ഇതാണ് നദി. അപ്പോൾ ഇതൊരു ചെറിയ റോഡാണ്, പഴയ പാലമാണ്. അപ്പോൾ ഈ ഒരു പാലത്തിൽ കൂടെയാണ് ഫുള്ള് ക്രോസിങ് നടക്കുന്നത് കേട്ടോ.